ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് പൂരി ഭാജി. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് പൂരി ഭാജി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലഫി പൂരി വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഭാജി അല്ലെങ്കിൽ പൊട്ടാറ്റോ മസാല, പൊട്ടാറ്റോ കറി അതും കാണിക്കും, ഞാൻ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലഫി പൂരി വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി, പെർഫെക്റ്റ് പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് 1 കപ്പ് ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 240-250 മില്ലിയുടെ ആ കപ്പ് അളവിൽ 1 കപ്പ്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, പൂരിയുടെ സൈസ് ഇത്തിരിയും കൂടി വലുതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കപ്പിന് നമുക്കൊരു 8 പൂരിയോളം ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 1 കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാൻ മതി. അതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അളവ് കൂട്ടാം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ റവ ചേർക്കുന്നതുകൊണ്ട് പൂരി ഒന്നും കൂടി ക്രിസ്പായിട്ട് കൂടുതൽ നേരം നിൽക്കും. ആ പഫായിട്ട് ഇരിക്കുന്നത് അമങ്ങിപ്പോവില്ല. ആട്ട വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായി തളർന്നൊക്കെ ഇരിക്കും. അങ്ങനെ പറ്റാണ്ടിരിക്കാൻ വേണ്ടി 2 ടീസ്പൂൺ റവ ചേർത്ത് നോക്ക്, നല്ല റിസൾട്ട്സ് കിട്ടും. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ്. ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ചിലർ ഇതിൽ ഡാൽഡ ചേർക്കാറുണ്ട്, എനിക്ക് നെയ്യാണ് ഇഷ്ടം. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് കൂടരുത്. നെയ്യ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് പൂരി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ കൂടി പോകരുത് കേട്ടോ. പിന്നെ ഇവിടെ ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ ടേസ്റ്റിന് അനുസരിച്ച്. ഉപ്പിൻ്റെ ഒപ്പം 1 നുള്ളു പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ചിലർ ചേർക്കും ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്ന് ഞാൻ ചെയ്യണില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആട്ടയും നെയ്യും നന്നായി മിക്സ് ആക്കിയിട്ട് നെയ്യിൻ്റെ നനവ് ഈ ആട്ടയിൽ കൂടി മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കിട്ടണം. കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ തിരുമ്മി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ കളറ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ഈവനായിട്ട് എല്ലായിടത്തും ആ നെയ്യ് പരന്ന് കിട്ടണം, കട്ടകളൊന്നും ഇല്ലാണ്ട്. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചാൽ മതി. ഇതിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടൊക്കെ മാറും, എന്നാലും വളരെ കുറവ് ഒഴിച്ചാൽ മതി. ഇതുപോലെ കൂടി ഇങ്ങനെ വരണം. നമ്മൾ കുഴച്ച് തുടങ്ങുമ്പോൾ വെള്ളം കൂടി പോകരുത്, സ്റ്റിക്കി ആവാൻ പാടില്ല. പൂരിക്കുള്ള ഡോ ഇത് കയ്യിലൊട്ടി പിടിക്കരുത്. വെള്ളം കൂടി പോയാൽ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കുടിക്കും, ആ ടേസ്റ്റ് കുറയും. അതുപോലെ തന്നെ കുഴയ്ക്കുമ്പോൾ കൂടുതൽ നേരം ഇടിച്ച് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് ഉള്ളൊരു ഡോ സ്മൂത്തായി കിട്ടുമ്പോൾ തന്നെ കുഴയ്ക്കൽ നിർത്തണം. കൂടുതൽ നേരം കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൂരി കൂടുതൽ നേരം കുഴച്ച് വെക്കരുത്. കൂടുതൽ നേരം വെച്ചാൽ എണ്ണ കുടിക്കും. അപ്പോൾ വല്ല ആവശ്യത്തിന് കുറച്ച് നേരം മാറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ നനവുള്ളൊരു തുണി വെച്ച് മൂടി വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. മാക്സിമം വേഗം ഫ്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ അളവിന് ഞാനൊരു 8 ഭാഗമാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് നല്ല റോൾ ചെയ്ത് കൈയിൻ്റെ ഇടയിൽ റോൾ ചെയ്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പ്രസ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണം. തുടങ്ങുന്നതിന് മുമ്പ് ചപ്പാത്തി പ്രസ്സിൽ ഒന്ന് 2 സൈഡിലും എണ്ണ തടവി കൊടുക്കാം. ഈ ഓരോ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും എണ്ണ തടവി കൊടുക്കണ്ട, അത് ഭയങ്കര ഹെവി ആയി പോകും. എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരേ കനത്തിൽ ഒരുപാട് കട്ടി കൂടുതലും ആവാൻ പാടില്ല, ഒരുപാട് തിന്നാവാൻ പാടില്ല. ഹാർഡായിട്ട് പ്രസ് ചെയ്ത് വളരെ തിന്നാക്കരുത്. ഈ 2 കാര്യം ചെയ്താലും എണ്ണ കുടിക്കും. തിക്നെസ് കൂടിയാൽ ഒരു സൈഡ് കനം കൂടിയിട്ട് വല്ലാണ്ട് എണ്ണ കുടിച്ചിരിക്കും. തിക്നെസ് കുറഞ്ഞാലും എണ്ണ കുടിച്ച് ഭയങ്കര ഓയിലി ആയിരിക്കും, ഗ്രീസി ആയിരിക്കും നമ്മുടെ പൂരി. അപ്പോൾ ഇനി നമുക്ക് വേഗം പൂരി ഫ്രൈ ചെയ്യാം. ഇതിന് അത്യാവശ്യം നല്ലോണം എണ്ണ വേണം. നല്ല ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഇത് ഫ്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. എണ്ണ ഇത് മുങ്ങിക്കിടക്കാനും കുറച്ച് കൂടുതലും വേണം. എണ്ണ കുറവ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ ഫ്ലഫി ആയി കിട്ടൂല, പൂരി പഫായി വരില്ല. അപ്പോൾ ഇവിടെ എണ്ണയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ സൺഫ്ലവർ ഓയിൽ അതുപോലത്തെ അങ്ങനത്തെ ന്യൂട്രൽ ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. ഈ എണ്ണ നന്നായി ചൂടായി കിട്ടണം ആദ്യം, പക്ഷെ പുകയരുത്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കുറയ്ക്കാം. തീ എന്നിട്ട് അത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് ചൂട് കൂടുതലായിട്ട് ഫ്രൈ ചെയ്യാനും പാടില്ല, അപ്പോൾ പൂരി ഇങ്ങനെ വല്ലാണ്ട് ഡാർക്കായി പോകും.
അപ്പോൾ ഹീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്യണ പ്രോസസ്സിൽ കൂട്ടിയും കുറച്ചും ഇനി വല്ലാണ്ട് കൂടുകയാണെങ്കിൽ കുറച്ച് നേരം ഓഫാക്കുക, അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ അവസാനം വരെയും ലാസ്റ്റ് പൂരി വരെയും നന്നായി ഫ്ലഫിയായി ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഓരോ പൂരി ഫ്രൈ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എണ്ണയിലേക്ക് പതുക്കനെ താഴ്ത്തി കൊടുക്കുക, എന്നിട്ട് കുറച്ച് നേരം നോക്കി നിൽക്കുക. അപ്പോൾ ഇങ്ങനെ കുമളിച്ച് വരും. കുമള കണ്ടു കഴിഞ്ഞാൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ ഈ ഓട്ടമുള്ള ഈ വലിയ തവി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പഫായി വരും. പഫായി കഴിഞ്ഞ് വേഗം തന്നെ മറിച്ചിടാം. ആദ്യത്തെ സൈഡ് കൂടുതൽ നേരം ഫ്രൈ ചെയ്യരുത്, കാരണം ആ സൈഡ് പെട്ടെന്ന് ബ്ലാക്കായി പോകും. ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ ആകാൻ പാടുള്ളൂ. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം സെക്കൻഡ് സൈഡ് കുറച്ചും കൂടി കൂടുതൽ നേരം ഫ്രൈ ചെയ്യണം, കാരണം ആ സൈഡിലാണ് കുറച്ചും കൂടി മാവുള്ളത്. അത് ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചും ഒന്നും ഇടണ്ട, അപ്പോൾ കൂടുതൽ ഓയിലി ആയിരിക്കും. ഒരു 30 സെക്കൻഡ് എടുക്കുള്ളൂ ഒരു പൂരി ഇതുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാൻ. എന്നിട്ട് ഈ തവി കൊണ്ട് നന്നായിട്ട് കുറച്ച് നേരം ആ എണ്ണയുടെ മുകളിൽ പിടിച്ച് എണ്ണ നന്നായി പോയതിന് ശേഷം നമുക്ക് ഇതൊരു സ്ട്രെയിനറിലൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇറക്കിയ ഉടനെ പ്രസ് ചെയ്യരുത്. ഒരു കോമള കണ്ടു തുടങ്ങിയാലേ പ്രസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് വേഗം ആദ്യത്തെ സൈഡ് വേഗം മറിച്ച് കൊടുക്കാം. സെക്കൻഡ് സൈഡാണ് കുറച്ച് കൂടുതൽ നേരം ചെയ്യേണ്ടത്. തിരിച്ചു മറിച്ച് വിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് ആ എണ്ണ ഒന്ന് നന്നായി പോയതിന് ശേഷം സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ചില പൂരി പ്രസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, അല്ലാണ്ട് തന്നെ കൊമളിച്ചും വരും. അപ്പോൾ ഒന്ന് നോക്കി നിന്നാൽ മതി. ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന തവി ഇങ്ങനെ പൂരി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചട്ടിയുടെ സൈഡിലേക്ക് മാറ്റി നീക്കി വെക്കണം. അതുപോലത്തെ എണ്ണ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ആ പൂരിയുടെ മുകളിൽ വീണുകൊണ്ടിരിക്കേണ്ട, ഓയിലി ആയിട്ട് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. നേരത്തെ പറഞ്ഞ പോലെ 1-2 പൂരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഓയിലിൻ്റെ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ചൂട് കൂടി തുടങ്ങിയെന്ന് തോന്നിയാൽ കുറച്ച് നേരം ഓഫാക്കിയിട്ടും ഇടാം, എന്നിട്ട് തിരിച്ച് ഓണാക്കിയാൽ മതി. ഇടയ്ക്ക് കൂട്ടിയും കുറച്ചുകൊണ്ടേ ഇരിക്കണം. അത് ഒരു 1-2 പ്രാവശ്യം ഈ പൂരി ഫ്രൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ഒരു കണക്ക്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ഫ്ലഫി പൂരി. അപ്പോൾ ഇത് നല്ല ചൂടുള്ളപ്പോൾ തന്നെ പൊട്ടറ്റോ മസാല, പൊട്ടറ്റോ ഭാജി അല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റൂ നൈറ്റൊക്കെ കഴിക്കാം. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പൊട്ടറ്റോ ഭാജി ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ മുതൽ കാണിക്കുന്ന ആ സ്റ്റൈലിൽ ഭയങ്കര സിമ്പിളാണ് അതും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താലും വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം ഈ പൊട്ടറ്റോ ഭാജി വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.